ബ്ലൗസ് സ്റ്റിച്ചിങ്ങിന്റെ ഫൈനൽ പാർട്ടാണ് കേട്ടോ. ഈ ഒരു പാർട്ടോടുകൂടി ബ്ലൗസ് സ്റ്റിച്ചിങ്ങിന്റെ ഷോർട്ട് വീഡിയോ തീരും. ഇപ്പൊ ഇന്നലെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതും അതുപോലെ നെക്ക് ഫിനിഷ് ചെയ്യുന്നതും കാണിച്ചു. അത് നമ്മൾ ഹെം ചെയ്യണം കേട്ടോ. ഹെം ചെയ്യണത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പൊ ഇനി സൈഡ് ജോയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ കൊളുത്തൊക്കെ വെക്കുന്നത് ലാസ്റ്റ് ആയതിനെ കൊണ്ട് തന്നെ നമ്മൾ കൊളുത്ത് വെക്കുന്ന ആ ഒരു പോർഷൻ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനു മുന്നേ തന്നെ നമുക്ക് ബ്ലൗസിന്റെ ബാക്ക് പീസിലെ താഴെ വശം ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. അതിന് ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ബാക്ക് പീസിന്റെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് എഡ്ജിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ഇങ്ങനെ അത് കുറച്ച് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ മറിച്ചെടുത്ത് പതിച്ചടിച്ചെടുക്കണം. പിന്നെ ഇത് നമ്മൾ റോങ് സൈഡിലേക്ക് ഇതുപോലെ മറിച്ചെടുത്തിട്ട് ഹെം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഈ ഹെം ചെയ്യുന്നൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാനാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ആദ്യമേ തന്നെ സൈഡ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മുടെ ചെസ്റ്റ് അളവും വേസ്റ്റ് അളവൊക്കെ വെച്ച് നമ്മൾ സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൂടെ അടിച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ സ്ലീവിന്റെ വിട്ടും എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിലൂടെ നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്ത് ഇട്ടാൽ മാത്രം മതി. അതിന് മുന്നേ തന്നെ നമ്മളിങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിലുണ്ടല്ലോ അത് മാറാതെ അങ്ങനെ തന്നെ ഇരുന്നോളും. നമ്മൾ ആ മാർക്ക് ചെയ്ത പോർഷനിലൂടെ സൈഡ് ജോയിൻ ചെയ്ത് എടുത്താൽ മാത്രം മതി. നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്ത് തീരുമ്പോൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഒരിക്കലും കറക്റ്റ് ആവണില്ല. എവിടെയെങ്കിലൊക്കെ കുറച്ച് ഭാഗങ്ങൾ എക്സസ് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരണുണ്ട്. അത് നമ്മൾ മാർക്ക് ചെയ്ത അളവ് കറക്റ്റ് ആവാത്തത് കൊണ്ടും തയ്യൽ തുമ്പൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി സ്റ്റിച്ച് ചെയ്യാത്ത കൊണ്ടൊക്കെയാണ് അങ്ങനെയൊക്കെ വരണം. നമ്മൾ കറക്റ്റ് മെഷർമെന്റിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം തൊട്ടേ സ്റ്റിച്ച് ചെയ്ത് പോയാൽ അങ്ങനെ ഒരു എക്സസ് ഒന്നും വരില്ല കേട്ടോ. നമ്മൾ ആദ്യം സൈഡ് ജോയിൻ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ എക്സ്ട്രാ ഒരു 3 സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം. ബ്ലൗസ് അല്ലേ, നല്ല ടൈറ്റ് ആവാനും ചിലപ്പോൾ ഇത്തിരി ലൂസ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ടൈറ്റ് വരുവാണെങ്കിൽ അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു 3 സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നല്ല വശത്തേക്ക് വിടർത്തി എടുക്കുക. എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ, ജോയിന്റുകളൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഇനി ഇതിലുള്ളത് നമ്മൾ ഇതിന്റെ കഴുത്തൊന്ന് ഹെം ചെയ്തെടുക്കണം. ബാക്ക് പീസിൽ വെച്ച് ആ പീസ് ഹെം ചെയ്തെടുക്കണം. അപ്പൊ ഇതിന്റെ ഹെം ചെയ്യുന്നതും കൊളുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ ഒക്കെ വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ വീഡിയോ ലോങ് ആയി പോകും. പിന്നെ അടുത്ത പാർട്ട് ചെയ്യേണ്ടി വരും. ഒരു പാർട്ടോട് കൂടി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുതേ.